ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഫസ്റ്റ് നൈറ്റ് വിത്ത് ഡ്യൂക്ക് എന്ന കൊറിയൻ ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ദ പ്രിൻസ് ഈബന്റെ ബ്രൈഡായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ നടക്കുകയും അതിൽ നമ്മുടെ ഊണും ചായും ആ വില്ലത്തിയായിട്ടുള്ള സണ്ണും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഊണ് ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈബന്റെ ഏക ഫ്രണ്ടായിട്ടുള്ള ജങ് ഇപ്പോൾ കള്ളു കുടിച്ച് ഒരു ബോധമില്ലാതെ ഈബനെ ഫോളോ ചെയ്ത് അവന്റെ അടുത്തെത്തി ആ ഒരു മത്സരത്തിന് ഊണും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നും തനിക്ക് ഊണിനെ ഒത്തിരി ഇഷ്ടമാണെന്നും അതുകൊണ്ട് ഈ ഒരു സെലക്ഷൻ തന്നെ വേണ്ടെന്ന് വെക്കാനും പറയുമ്പോൾ തനിക്ക് ഊണിനെ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലെന്നും പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും താൻ തന്റെ ബ്രൈഡായിട്ട് എപ്പോഴും ചായനെ മാത്രമേ തെരഞ്ഞെടുക്കുള്ളൂ എന്നും ഈബണിപ്പോ വ്യക്തമായി തന്നെ ജങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ചായക്ക് വയ്യാതാക്കിയതും അവൾക്ക് ആ ഒരു അസുഖം കൊടുത്തതൊക്കെ ആ ഒരു ഫോറിനർ ആണെന്ന് മനസ്സിലാക്കി പ്രിൻസായ ഈബണിപ്പോ ആ ഒരു ഫോറിനറിനെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ ബ്രൂട്ടലി ആക്രമിച്ച് ഇതിന് പുറകില് ആരാണെന്നും നിന്നെ കൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യിപ്പിച്ചത് ആരാണെന്നും ചോദിച്ച് അവന്റെ റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സിമ്പലും അതിലുള്ള ഒരു കുപ്പിയും എടുത്ത് അവനെ കാണിക്കുമ്പോഴും അവനാകട്ടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇതേ ടൈമില് അവൻ ആ ഒരു വില്ലത്തിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അറിഞ്ഞ ഈബന്റെ ഒരു ഗാർഡ് ഇപ്പോൾ ആ ഒരു കാര്യം അവന്റെ അടുത്ത് പറയുമ്പോൾ ആ വില്ലത്തിനെ കൊണ്ട് തന്നെ എന്തെങ്കിലും സത്യം പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ഈബൻ പറയുന്നുണ്ട്. ഇതേ ടൈമില് പാലസിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികൾക്കായിട്ട് കിട്ടിയിരിക്കുന്ന അടുത്ത ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോരുത്തർക്കും ഇപ്പോ ആ ഒരു ക്വീൻ മദർ കുറെ ഗോൾഡ് കോയിൻസ് ഒക്കെ കൊടുത്തിട്ട് അതിനെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാര്യം കേൾക്കുമ്പോൾ അത്ര എളുപ്പമാണെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു ട്രാജഡി ആവുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചായ ഇപ്പോൾ വളരെ വിഷമിച്ച് ഇനി ഒരു പൈസ കൊണ്ട് താൻ എന്ത് ചെയ്യുമെന്നും ആലോചിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അവള് ഒരു ഐഡിയ തെരഞ്ഞ് അവിടെയുള്ള മാർക്കറ്റിലൂടെ അവളുടെ മെയ്ഡിന്റെ ഒപ്പം നടക്കുന്നതിന്റെ ഇടയിൽ അവൾ ഈ പെണ്ണെ കാണുന്നുണ്ട്. പക്ഷെ ഈ പെണ്ണാകട്ടെ ഇപ്പൊ അവളെയും മൈൻഡ് ചെയ്യാണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ചായ ഇപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് അവനെയും വിളിച്ച് വരുന്നുണ്ടെങ്കിലും കുറച്ചു നേരം മുമ്പോട്ട് പോകുമ്പോൾ അവന് ആ വഴിയിലെങ്ങും കാണാനുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇപ്പോൾ ഈവൻ പോയിരിക്കുന്നത് ഒരു ഫോറിനറിനെ ചുറ്റിപ്പറ്റിയുള്ള സത്യാവസ്ഥ അറിയാനായിട്ട് വില്ലത്തിയായിട്ടുള്ള സണ്ണിനെ കാണാനാണ്. അങ്ങനെ അവിടെ വെച്ച് മനഃപൂർവ്വം തന്നെ സണ്ണിനെ ആക്സിഡന്റ് ആയിട്ട് കണ്ടതെന്ന ഭാവത്തിൽ അവളോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് പെട്ടെന്ന് കണ്ട് കൂട്ടിയിടിച്ചതുകൊണ്ട് ഈബന്റെ ക്ലോത്ത്സ് ഒക്കെ ആകെ അഴുക്കാവുമ്പോ സണ്ണിപ്പോ ഈബണിനെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. മാത്രമല്ല അവിടെ വെച്ച് ഈബൺ സണ്ണിനോട് അവന് ചെറിയ താല്പര്യമുള്ള പോലെ അഭിനയിക്കുകയും അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് അവളുടെ റൂം ഫുള്ള് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഫോറിനറിന്റെ മേത്ത് കണ്ടിരുന്ന അതുപോലത്തെ സിമ്പിൾസും അവന്റെ അടുത്തുണ്ടായിരുന്ന അതുപോലൊരു ബോട്ടില് അവൻ ഇവിടെ നിന്നും കിട്ടുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ഒരു വില്ലത്തി പറഞ്ഞിട്ടാണ് ആ ഫോറിനറിന് അവൻ ചായക്ക് അങ്ങനെ ഒരു അസുഖം കൊടുത്തതെന്ന് ഈബൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതേ നേരം അവിടേക്ക് ഇപ്പോ സണ്ണ് വരുമ്പോ ഈബൻ അവന്റെ ഷർട്ടൊക്കെ അഴിച്ച് അവൾ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇരിക്കുമ്പോൾ ഇത് കാണുന്ന സണ്ണ് അവന് തന്നോട് എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടോ എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇതേ നേരം മറ്റൊരിടത്ത് എന്നാലും ഈബൻ എന്താണ് തന്നെ മൈൻഡ് ചെയ്യാത്ത പോലെ പോയെന്ന് ആലോചിച്ചിരിക്കുകയാണ് ച. എന്നാൽ ഇതേ നേരത്തെ തന്നെ അവിടെ ഒരു സ്ഥലത്ത് ജങ്ങിരുന്ന് കരയുന്ന കാണുമ്പോൾ ചായ ഇപ്പോ അവന്റെ അടുത്ത് കാര്യമൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ അവൾ കാര്യം ചോദിക്കുമ്പോഴാണ് ഓണിപ്പോ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് തന്റെ ഫ്രണ്ടും മറ്റേ സ്ഥലത്ത് താൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും നിൽക്കുമ്പോൾ ഇവരിൽ ആരെ ചൂസ് ചെയ്യണമെന്നറിയാണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് ജങ് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ കാര്യങ്ങൾ ജങ് വിചാരിക്കുന്ന പോലെയല്ലെന്നും ഊണ് സ്വന്തമായിട്ടുള്ള ഇഷ്ടത്തിനല്ല ആ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നും അവളുടെ അച്ഛൻ നിർബന്ധിച്ചതോട് മാത്രമാണ് അവൾ ഇതിന് എത്തിയിരിക്കുന്നതെന്നും പറയുമ്പോൾ ജങ്ങിനിപ്പോ ഇത്തിരി ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചായും അവളുടെ മേടും കൂടി മാർക്കറ്റിലൂടെ വീണ്ടും തിരികെ വരുമ്പോൾ അവിടെ വെച്ച് അവള് ആ ഒരു മൗണ്ടെയിൻ ഗോഡായിട്ട് കണ്ട ആ ഒരു കുട്ടീനെ കാണുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കുട്ടി അവളെ കാണുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ബ്രേസ്ലെറ്റ് എടുക്കാനായിട്ട് അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിലുള്ള ഓരോ ബ്രേസ്ലെറ്റ്സും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നും എല്ലാം പറഞ്ഞ് അവൻ ഓരോന്നിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതില് 2 കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് എല്ലാ കഷ്ടതകളും പരസ്പരം അതിജീവിച്ച് ഒരുമിച്ച് തന്നെ മുന്നേറാനായിട്ട് ഉണ്ടായിരുന്ന ഒരു കപ്പിൾ ബ്രേസ്ലെറ്റിനെ പറ്റി കുട്ടിയായിട്ട് വന്നിരിക്കുന്ന മൗണ്ടെയിൻ ഗോഡ് പറയുമ്പോൾ ഈബണ്ണെ പറ്റി ആലോചിച്ച് ചാ അത് വാങ്ങിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഈബണാകട്ടെ ആ ഒരു വില്ലത്തിയുടെ ഒപ്പം ഇരുന്ന് അവളുമായിട്ട് ചായയൊക്കെ കുടിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഫാമിലിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഈബൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ വന്ന യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാതെ സണ്ണിപ്പോ അവളുടെ ഫാമിലിയുടെ എല്ലാ സീക്രട്സും അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവര് നടത്തിക്കൊണ്ടുവരുന്ന ഒരുപാട് മെറ്റീരിയൽസും പെയിന്റിങ്സും സ്റ്റാച്യൂസും ഒക്കെ അവള് ഇപ്പൊ അവന് കാണിച്ചു കൊടുത്ത് നമ്മളൊരു ഫാമിലി ആവാണെങ്കിൽ ഇതെല്ലാം ഇനി നിന്റെ പേരിലായിരിക്കും അറിയപ്പെടാന്ന് അവന്റെ അടുത്ത് പറയാണ്. അതേ സമയത്ത് തന്നെ അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങളുടെ മേളിലും ആ ഫോറിനറുടെ മേത്ത് കണ്ട അതേ സിമ്പിളും സൈൻസും ഈബൺ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവൻ തിരിച്ചു പോരാൻ നിൽക്കുന്ന നേരം സണ്ണ് അവനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവന്റെ കൈമ കയറി പിടിക്കുമ്പോൾ അവളെപ്പോലൊരു വ്യക്തി തന്നെ തൊട്ടതുപോലും ഇഷ്ടപ്പെടാതെ തിരിച്ചെത്തുന്ന ഈബൺ വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു ക്ലോത്ത് അവൾ തൊട്ട കാരണം മാത്രം കത്തിച്ചൊക്കെ കളയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ആ ഫോറിനറും വില്ലത്തിയായ സണ്ണും തമ്മിലുള്ള കണക്ഷനും എങ്ങനെയാണ് അവൾ ചായനെ അതിൽ ഇൻവോൾവ് ചെയ്തെന്നൊക്കെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പോകും മുമ്പ് ചായക്ക് ആ ഒരു ഫോറിനറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നതൊക്കെ താൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ അവൾ
അവള് ഈബന്റെ അടുത്ത് പറയുമ്പോൾ തന്റെ വൈഫിനെ പറ്റി ഇഷ്ടത്തെയായിട്ടുള്ള സണ്ണിപ്പോ അങ്ങനെ പറയുന്നത് ഈബണ് അല്ലാതെ തന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല അന്ന് രാത്രി അവൻ കിടക്കുമ്പോൾ ഈബന്റെയും ചായന്റെയും ഫസ്റ്റ് നൈറ്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് മെമ്മറീസും അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തന്റെ ലൈഫിൽ ആദ്യമായിട്ട് വന്ന ഒരു സ്ത്രീ അത് സണ്ണാണെന്നും ഇനി ഫോർ എവർ അങ്ങനെ തന്നെ ആയിരിക്കുന്നു ഈബൺ ഇപ്പൊ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പൊ ക്വീൻ മദർ തലേ ദിവസം അവൾ കൊടുത്ത ഒരു ടാസ്കിന്റെ റിസൾട്ട്സ് അറിയാനായിട്ട് ഈബന്റെ റൈറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോ അതിൽ ആദ്യം റിസൾട്ട്സ് പറയുന്ന 3 പേരും ഒരു പൈസ ഒട്ടും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾക്ക് ചെലവഴിച്ചെന്ന് മനസ്സിലാക്കുന്ന ക്വീൻ മദർ അവരെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് വില്ലത്തിയായ സണ്ണാകട്ടെ ക്വീൻ മദർ തനിക്ക് ആദ്യം നൽകിയ ഒരു കോയിൻസ് എല്ലാം ഉരുക്കി അതൊരു റിംഗ് ആക്കിയതുകൊണ്ട് അത് തന്റെ പാരമ്പര്യങ്ങളോളം കൈമാറി വരാൻ പറ്റുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. നേരം ഊണാകട്ടെ ഒരു പൈസ വെച്ച് പാവങ്ങളെ ഒരുപാട് പേരെ സഹായിച്ചു എന്ന് പറയുമ്പോഴും അതും ക്വീൻ മദറിന് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ അടുത്തത് ചായന്റെ അവസരമാകുമ്പോൾ അവളിപ്പോ വളരെ ബുദ്ധിപൂർവ്വം ഒരു പൈസ വെച്ച് കൃഷി ചെയ്യുന്ന കുറച്ച് സ്ഥലം ടെമ്പററി ആയിട്ട് വാങ്ങിച്ചിട്ട് അവിടെ ഈ മീനുകളെല്ലാം ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങി. അങ്ങനെ അതിലൂടെ തനിക്ക് കിട്ടിയ പൈസ ഇരട്ടിയായിട്ട് ലാഭിച്ചു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ 3 പേരുടെയും ഒപ്പീനിയൻസ് കേട്ട് ഇംപ്രസ്ഡ് ആകുന്ന ക്വീൻ മദർ ഇവര് 3 പേരെയും അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാണ്. അങ്ങനെ അവൾ ഈ സന്തോഷ വാർത്ത നേരിട്ട് പറയാനായിട്ട് ഈബന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവനിപ്പോ ഉറങ്ങുകയാണെന്നും ഡിസ്റ്റർബ് ചെയ്യരുതെന്നും അവന്റെ ഗാർഡ് ഇപ്പോ അവളുടെ അടുത്ത് പറയാണ്. അങ്ങനെ അത് കേട്ട് വിഷമിച്ച് ഇവൻ എന്തുകൊണ്ടാണ് 2-3 ദിവസമായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അവൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. തലേ ദിവസം ഈബനും ആ ഒരു വില്ലത്തിയായ സണ്ണും മീറ്റ് ചെയ്തതും ഒരു ഒരുമിച്ച് കണ്ടുവെന്ന് വേറെ ആരോ പറഞ്ഞ് താൻ കേട്ടുവെന്ന് അവളുടെ മെയ്ഡ് ഇപ്പോ അവളുടെ അടുത്ത് പറയുന്നത്. അതേ നേരം തന്നെ ഊണിനെ കാണാനായിട്ട് ജങ് അവിടെ എത്തിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ ഊണിപ്പോ സീക്രട്ട് ആയിട്ടൊരു സ്ഥലത്തേക്ക് അവനെ വിളിച്ച് കൊണ്ടുപോയി അവനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓൾറെഡി ജങ്ങിന് ഇഷ്ടമാണെന്ന് അറിയായിരുന്ന ഊണ് അവനോട് വെയിറ്റ് ചെയ്യാനും ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് കഴിയുന്നവരെ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരരുതെന്നും അതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്നും അവന്റെ അടുത്ത് പറയാണ്. മാത്രമല്ല തനിക്ക് ഇതിനോട് വ്യക്തമായ താല്പര്യം ഇല്ലെങ്കിലും തന്റെ അച്ഛന് വേണ്ടിയാണ് താൻ ഇത്രയൊക്കെ ചെയ്യുന്നതെന്നും അവളിപ്പോ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. സോ ഇതിലൂടെ തന്നെ ജങ്ങിനുള്ളതുപോലെ ഊണിനും ജങ്ങിനോട് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. അങ്ങനെ പിറ്റേ ദിവസം ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ടഡ് ആയിട്ടുള്ള നമ്മുടെ 3 പേരും വന്നപ്പോ ക്വീൻ മദറിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ക ഒരു ഇന്ററാക്ഷൻ സെഷൻ ആയതുകൊണ്ട് ക്വീൻ മദർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ബുദ്ധിപൂർവ്വം തന്നെ ആൻസർ പറയാ എന്നതായിരുന്നു അവരുടെ ടാസ്ക്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഫിനാൻഷ്യലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടുന്നു ക്വീൻ മദർ ചോദിക്കുമ്പോൾ ബാക്കി 2 പേരും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയുമ്പോൾ ആകെ കൂടി ചാ മാത്രമാണ് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് എന്റെ വീടിന് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരാണെങ്കിൽ താനും വർക്കിന് പോകുന്നു അങ്ങനെ അധ്വാനിച്ച് തന്റെ ഹസ്ബൻഡിനെയും ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഒരു വീട് നോക്കേണ്ടത് ഒരു ആണിന്റെ മാത്രം ആവശ്യമല്ലെന്നും ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമെന്നൊക്കെ വളരെ വ്യക്തമായി കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ട് അവൾ പറയുമ്പോൾ കേൾക്കുന്ന ക്വീൻ മദറും അവരെ ജഡ്ജ് ചെയ്യാൻ വന്നിരിക്കുന്ന മറ്റു പലർക്കും ആ ഒരു ഒപ്പീനിയൻ വളരെയധികം ഇഷ്ടമാകുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കി അവളോട് അസൂയ തോന്നുന്ന വില്ലത്തിയായ സണ്ണിപ്പോ എന്നിട്ടാണോ അവൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നതെന്നും ഇത്രയല്ല അവള് ബാക്കിയുള്ള പല മെന്നിനും പല വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തുവെന്നും മനഃപൂർവ്വം തന്നെ അവിടെ വെച്ച് പറയുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ക്വീൻ മദറും ബാക്കി എല്ലാവരും ഷോക്ക്ഡ് ആകുന്നുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തില് ഒരു സ്ത്രീക്ക് ഹസ്ബൻഡുമായിട്ട് മാത്രം അങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയല്ല അവളിപ്പോ അവസരം മുതലാക്കി ചായനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ആ ഒരു ഫോറിനറുമായിട്ട് അവർക്ക് ബന്ധങ്ങളുണ്ടെന്നും അവർ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുള്ളതായിട്ടൊക്കെ പറഞ്ഞ് അവിടെ ഒരു സാധാ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് അവൾക്ക് എതിരായിട്ട് കുറെ തെളിവുകളൊക്കെ പറയിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ക്വീൻ മദർ ഇത്തരത്തില് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പാത്വേയിലൂടെ സഞ്ചരിക്കുന്ന ബ്രൈഡിനെ ഒരിക്കലും ഈബന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറയാൻ വരുന്ന അതേ സമയത്ത് തന്നെ ഈബൻ അവിടേക്ക് എത്തിയിട്ട് അവൻ ഓൾറെഡി നേരത്തെ തന്നെ ഇൻജോർഡ് ആക്കി കൊണ്ടുവന്നിരുന്ന ആ ഒരു ഫോറിനറിനെ അവരുടെ മുമ്പിലേക്ക് എറിയുന്നുണ്ട്. ഇത് കണ്ട് ക്വീൻ മദറും ഒപ്പം തന്നെ വില്ലത്തിയായ സണ്ണും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം 2 പേർക്കും ഈ ഒരു ഫോറിനർ ആരാണെന്നും സണ്ണായിരുന്നു ഇതിന് പുറകിലെന്നും വ്യക്തമായി തന്നെ അറിയായിരുന്നു. മാത്രമല്ല ഈബണിപ്പോ അവിടേക്ക് വന്നിട്ട് ഇതിന് പുറകില് സണ്ണാണെന്ന് താൻ പുറത്ത് പറയാതിരിക്കണമെങ്കിൽ ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഇവിടെ വെച്ച് തന്നെ അവസാനിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ആകെ ഷോക്ക്ഡായി എന്ത് ചെയ്യണമെന്നറിയാണ്ട് ക്വീൻ മദർ ഇപ്പൊ ബോധം കെട്ട് വീഴുന്നുണ്ട്. ക്വീൻ മദർ മാത്രമല്ല താൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കി തിരിച്ച് തന്നെ കൊലപ്പെടുത്താനാണ് ആ ഒരു ഫോറിനർ നോക്കിയതെന്നും അതിന് പുറകില് സണ്ണാണെന്നും ആരും പറയാതെ തന്നെ ഇപ്പൊ മനസ്സിലാകുന്ന അത് കേട്ട് ഷോക്ക്ഡ് ആയിട്ട് അവളും അൺകോൺഷ്യസ് ആകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവള് നോക്കിയായി 2 പേരും കൂടി സംസാരിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാണ് തന്നെ 2 ദിവസമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതെന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് വിഷമായിന്ന് മനസ്സിലാക്കുന്ന ഈബണിപ്പോ ഒന്നും തന്നെ അവളോട് തിരിച്ചു പറയാതെ കിസ് ചെയ്ത് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവന് കിങ്ങിനെ കാണാൻ പോവേണ്ടിയിരുന്നതുകൊണ്ട് അവനിപ്പോ പോകുമ്പോ ഒരുപാട് നേരമായിട്ട് അവനെ വെയിറ്റ് ചെയ്ത് ഇപ്പോ ആ ഒരു പുഴയുടെ സൈഡില് അവള് വാങ്ങിച്ചിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് നോക്കി ഇരിക്കെ തന്നെ പെട്ടെന്ന് ആരോ വന്ന് അവളെ പുറകിൽ നിന്ന് ആ ഒരു പുഴയിലേക്ക് തള്ളി ഇടുന്നുണ്ട്. അങ്ങനെ അവളിപ്പോ ഒരു പുഴയുടെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കെ
സമയമാണെങ്കിൽ തന്നെ റിയൽ വേൾഡിലുള്ള ചായക്ക് ആ ഒരു നോവലിന്റെ അടുത്ത എപ്പിസോഡ് പബ്ലിഷ്ഡ് ആയി എന്നുള്ള മെസ്സേജ് കിട്ടുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇതോടുകൂടി ഈബന്റെയും തന്റെയും കഥ ഇവിടെ അവസാനിക്കുകയായിരുന്നു. എനിക്കിനി ഈബണ്ണെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ തന്നെ പതിയെ അവളുടെ ബോധം മറഞ്ഞു പോകുമ്പോൾ അതേ നേരത്ത് കൃത്യസമയം ഈബൺ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവളെ കണ്ടുപിടിച്ച് അവൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ശ്വാസം കൊടുത്ത് അവളെ കിസ് ചെയ്യുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ ഇവരുടെ കഥ ഇനി എങ്ങോട്ട് പോകുന്ന നമുക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഒരു കഥയിലെ നോവല് റിയൽ വേൾഡിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കുമോ ഇനി ഇവരുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നതെന്നും ഫോർ ഇനി ടൈം ട്രാവൽ ചെയ്ത് വന്ന് ഈ ഒരു ലോകത്ത് പെട്ടുപോകുന്നു അല്ലയോ എന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡ് കൂടെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടിൽ ദി നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.